നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 100-ലധികം സീറ്റുകൾ നൽകി UDFനെ ജനം അധികാരത്തിലെത്തിച്ചു. പക്ഷേ ഇന്നീ സമയം വരെയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരു പാർട്ടിക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. തീർച്ചയായും കോൺഗ്രസ് അക്കാര്യത്തിൽ ഇതുവരെ വൈകിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ സംഘടനാ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ അവകാശവാദം അങ്ങനെയായിരുന്നില്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചാൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിയെ ഞങ്ങൾ കണ്ടെത്തും എന്നായിരുന്നു അവകാശവാദം. പക്ഷേ ആ അവകാശവാദം പാലിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ വലിയ രീതിയിൽ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇവർ 3 പേർക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേ മതിയാകൂ എന്ന നിലപാടിലാണ്. മറ്റാർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നൽകിയാൽ മന്ത്രിസഭയിലേക്കില്ല എന്നിവരെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഹൈക്കമാൻഡ് ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ അവർ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. അതായത് AICC നിരീക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. AICC നിരീക്ഷകർ AK ആന്റണി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ടു. അതിനുശേഷം MLA-മാരെ ഓരോരുത്തരായി നേരിൽ കണ്ടു. MLA-മാർ ആർക്കാണ് പിന്തുണ നൽകുന്നത് എന്നത് അറിഞ്ഞ് അത് രേഖപ്പെടുത്തി. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് AICC നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം നൽകി. അതിനിടയിൽ MLA-മാരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഈ AICC നിരീക്ഷകർ കൈവശം വച്ചിരുന്ന രേഖയുടെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലേക്ക് ചോർന്നുപോയിരുന്നു. ഈ ചോർച്ച വല്ലാത്ത പ്രതിസന്ധി കോൺഗ്രസിൽ വീണ്ടും സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ആ പ്രോസസ്സ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ജനാധിപത്യപരമായി തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അണികളും തെരുവിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതായത് 102 സീറ്റുകൾ UDFന് ലഭിച്ചിട്ടും 63 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടും ഇങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ വിഷമിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി മോഹികൾ അവരുടെ അണികൾ തെരുവിൽ തമ്മിലടിക്കുന്ന കാഴ്ച കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കുന്നു. VD സതീശൻ അനുകൂലികളും അതുപോലെ തന്നെ KC വേണുഗോപാൽ അനുകൂലികളുമാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര സജീവമല്ലെങ്കിലും RCയുടെ രമേശ് ചെന്നിത്തലയുടെ അനുകൂലികളും രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്ത് ഒട്ടാകെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എന്ന് തന്നെ പറയാം VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് വലിയ വലിയ പ്രകടനങ്ങൾ നടന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ പ്രകടനങ്ങളിൽ പങ്കെടുത്തു. പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്നായിരുന്നു ആ VD ക്യാമ്പിൻ്റെ മുദ്രാവാക്യം. VD എന്നത് നാച്ചുറൽ ചോയ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടന്നത്. ഈ പ്രകടനങ്ങളിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഉയർന്നിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന സംഭവം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായി. തിരുവനന്തപുരത്ത് പ്രകടനം കടന്നുപോകുന്ന VD അനുകൂലികളുടെ പ്രകടനം കടന്നുപോകുമ്പോൾ മാർഗമധ്യേ ഉണ്ടായിരുന്ന KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് കീറിയെറിയുന്നതും അടിച്ചു തകർക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് VD അനുകൂലികളെ അല്ലെങ്കിൽ KC അനുകൂലികളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ന് പുതിയ ഫ്ലക്സുമായി ഇന്ന് രാവിലെ മുതൽ രംഗത്തുണ്ട്. അവർ ഗുരുതരമായ ആരോപണമാണ് VD സതീശനെതിരെ ഉന്നയിക്കുന്നത്. കേരളം മുഴുവൻ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഉമ്മൻചാണ്ടി സർക്കാർ, ആ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവർ, പിന്നിൽ നിന്ന് കുത്തിയവർ VD സതീശനും കൂട്ടരുമാണ് എന്ന് KC വേണുഗോപാൽ ക്യാമ്പ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാച്ചുറൽ ചോയ്സ് എന്ന ആരോപണത്തെ ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്ന മുദ്രാവാക്യം കൊണ്ട് നേരിടുകയാണ് KC വേണുഗോപാൽ പക്ഷം. VD സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വ്യംഗ്യാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ KC വേണുഗോപാൽ പക്ഷം ഉയർത്തി.
നിർദ്ദേശമായിരിക്കുന്നത്. കേരളത്തിൽ വലിയ തെരുവ് യുദ്ധം മുഖ്യമന്ത്രിയെ ചൊല്ലി ഉണ്ടാകുമ്പോൾ ദില്ലിയിൽ ഇന്ന് നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. ആ നിർണായക ചർച്ചകൾ എന്ന് പറയുന്നത് ഈ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുമായിട്ട് ആണ് ഉള്ളത് എന്നുള്ളതാണ്. ആദ്യം വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും അതോടൊപ്പം രമേശ് ചെന്നിത്തലയുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് AICC സംഘം ചർച്ച നടത്തും. ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തുന്ന ചർച്ചകൾ, ആ ചർച്ചകളിലൂടെ ഇവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ഇവരെ ഒരുമിച്ചിരുത്തി ഒരു സമവായം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇന്ന് തന്നെ നടക്കും. ആ യോഗവും ഇന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. AICC അധ്യക്ഷന്റെയും അതുപോലെ തന്നെ AICC നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ആ സമവായ ചർച്ച അത് വിജയിച്ചാൽ തീർച്ചയായും ഇന്ന് തന്നെ കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് AICC പറയുന്നത്. ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു സമവായം ഉണ്ടായില്ല എങ്കിൽ നാളത്തേക്ക് പ്രഖ്യാപനം നീളും. കാരണം അതിനുശേഷം AICC നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചകൾ കൂടി അവർക്ക് നടത്താനുണ്ട്. അതിനുശേഷം AICC നേതൃത്വമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്ന് വിജയിയുടെ സത്യപ്രതിജ്ഞയ്ക്കായി രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കാര്യം വ്യക്തമായിട്ടില്ല. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. ഈ സാഹചര്യത്തിലും കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച ചർച്ച, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച, ഇതെല്ലാം രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രാഹുൽ ഗാന്ധി ദില്ലിയിൽ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തൻ്റെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ തുടരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം പുറത്തെങ്ങും പോയിട്ടില്ല. വീട്ടിൽ മുറിയടച്ചിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ കരുനീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണ KC വിഭാഗത്തിനാണ് എന്ന് പറയപ്പെടുന്നു. അത്രയധികം MLA-മാരുടെ പിന്തുണ തനിക്കില്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്. ജനങ്ങൾ പറയുന്നത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണെന്നും വി.ഡി. സതീശൻ വാദിക്കുന്നു. മാത്രമല്ല തങ്ങളിൽ സീനിയോറിറ്റി ഉള്ളത് തനിക്കാണെന്നും തനിക്കാരണം ഭരണപരമായ പരിചയമുള്ളതെന്നും ജനങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നും വാദിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയും വാദിക്കുന്നത്. എന്നാൽ ഈ ഭരണപരിചയമൊന്നും പ്രശ്നമല്ലെന്നും ഒരു നേതാവിൻ്റെ വിഷനാണ് പ്രധാനം എന്നുമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ വാദിക്കുന്നത്. അങ്ങനെ 3 പേരും വലിയ പോരാട്ടം ഈ തിരശീലയ്ക്ക് പിന്നിൽ നടത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിലെ വസതിയിൽ മുറിയടച്ച് ഇരിപ്പാണ്. മാത്രമല്ല വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കേരളത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഇവർ 2 പേരെയും ഒപ്പം KPCC അധ്യക്ഷനെയും ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ കെ.സി. വേണുഗോപാലിനാണ് പിന്തുണ നൽകിയത് എന്ന വിവരവും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സംഘർഷം മുറുകുകയാണ്. ഈ അനധിസാധാരണമായ ചർച്ചകൾ ദില്ലിയിൽ നടക്കുന്നു. നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. ഔദ്യോഗിക വസതിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് എന്ന സൂചന. പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം നിരവധി MLA-മാർ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വന്ന് സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. ഒപ്പം പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇപ്പോൾ പോസ്റ്റർ യുദ്ധം മുറുകിച്ചുകൊണ്ട് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അനുകൂലികളും വി.ഡി. അനുകൂലികളും തെരുവിൽ ഏറ്റുമുട്ടുകയാണ്. ഈ സമയത്ത് ഒരു തീരുമാനം അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയതാവുകയാണ്. ഇങ്ങനെ അംഗം മൂത്താൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല രംഗത്ത് വരുമോ അതോ മറ്റാരെങ്കിലും രംഗത്ത് വരുമോ എന്ന ഭയവും ഇവർക്കുണ്ട്. കോൺഗ്രസ് അനുകൂലികൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ അണികൾ, പ്രാദേശിക നേതാക്കന്മാർ അവരെല്ലാം തന്നെ ആകാംക്ഷയിലാണ്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചേർന്ന MLA-മാരുടെ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു.